ഇന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. വേറെ എങ്ങോട്ടല്ല, ഒന്ന് ടൗൺ വരെ പോകണം, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുമല്ല എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. എനിക്ക് തൊണ്ടവേദനയും പനിയൊക്കെ ആയിരുന്നല്ലോ, തീരെ കുറവില്ല. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൂടി കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുടുവായിട്ട് ഞാൻ ഹരിയേട്ടനും കൂടി റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ താഴെ വന്ന് ഇസയോടും കാത്തനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നടന്നു. വെയിലായത് കാരണം അമ്മയാണ് കേട്ടോ കുടുവിനെടുത്തിട്ട് ബോട്ടിൽ കയറാനായിട്ട് വന്നത്. വെയിലാവുന്നതിന് മുന്നേ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ ഞാൻ കുടുവായിട്ട് റെഡിയായി വന്നപ്പോഴേക്കും സമയം 11 മണിയായി. അങ്ങനെ ഹരിയേട്ടൻ ബോട്ടിൽ കയറാൻ പാകത്തിന് ഇങ്ങനെ അടുപ്പിച്ച് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. ആദ്യമായിട്ടോ കേട്ടോ കുടു അച്ഛൻ്റെ ബോട്ടിൽ കയറുന്നത്. അപ്പോൾ ആൾ നല്ല ഉറക്കമായിരുന്നു ഞാൻ എടുത്ത സമയത്ത്. അതുകൊണ്ട് നല്ല വഴക്കായിരുന്നു ബോട്ടിൽ കയറിയ സമയത്തും. അതിൽ വെയിലും ഉണ്ടായിരുന്നല്ലോ എനിക്ക്. അങ്ങനെ കുട പിടിച്ചങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു ടൈമിലൊക്കെ ആലപ്പുഴയിൽ നിന്ന് ഹൗസ് ബോട്ടുകൾ ഇറക്കുന്ന സമയമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹരിയേട്ടൻ പറയായിരുന്നു നല്ല ഓട്ടം ഉണ്ട്, അപ്പോൾ പോയിട്ട് വേഗം തിരിച്ച് വരണമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിക്കാണ് ബോട്ട് കിട്ടിയിട്ട് വണ്ടിക്ക് പോയി. നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. സഹൃദയിലാണ് വന്നത്. അപ്പോൾ അവിടെ വന്ന് ക്യാഷ്വാലിറ്റിയിൽ കാണിച്ചു. അപ്പോൾ എനിക്ക് നല്ല കഫക്കെട്ടിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആവി പിടിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ആവി പിടിക്കാൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്തുമാത്രം രോഗികളാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അധിക സമയം നിന്നിട്ട് ഞാൻ മരുന്നൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് ഒരു കാപ്പി കുടിച്ചു. എനിക്കിവിടുത്തെ കാപ്പി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒത്തിരി കുടിക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ വണ്ടിയിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. പക്ഷേ കൂടുതൽ നല്ല കരച്ചിൽ കാരണം ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങൾ പാഴ്സൽ വാങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു.